എനിക്കൊന്ന് മീനാക്ഷിയുടെ ഒരു നല്ല ചായ നമുക്ക് തോന്നും ചിലപ്പോ പണ്ടത്തെ. ആ ചെറുപ്രായത്തില് രണ്ടുപേരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ചെറുപ്പം ഒരേപോലെയാ. നമുക്ക് തന്നെ പിന്നീട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതിൽ അങ്ങനെ വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വ്യത്യാസമായി, ആൾക്കാർ വളരുമ്പോ അതിന്റേതായ കുറച്ച് വ്യത്യാസം. കുറുമ്പുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ ദിലീപേട്ട? നല്ല കുറുമ്പാണ്, നല്ല കുറുമ്പ. ഇപ്പൊ കറക്ഷനൊക്കെ ഉണ്ട്, സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തുള്ള കറക്ഷനൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഹോങ്കോങ്ങില്. അപ്പൊ അവിടെ പോയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലഗേജൊക്കെ ആയിട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി എയർപോർട്ടിൽ. അപ്പം ഞാനിത് ചെയ്തിട്ട് വരണം. അപ്പം അതുവരെ അപ്പം നമ്മുടെ പുറകിൽ ആള് നിൽക്കുന്നുണ്ട്. ആ പ്രായമായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം കാവ്യ പറഞ്ഞു യു ഗോ എന്നുള്ളൊരു അയാള് അമ്മ ദാറ്റ്സ് നോട്ട് കറക്റ്റ്, ഇറ്റ്സ് എ കമാൻഡ്. You can request them. You can go like that എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ തിരുത്തൽവാദി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെന്തോ പറഞ്ഞപ്പോ അച്ഛാ ദാറ്റ്സ് നോട്ട് ഇൻ, ദാറ്റ്സ് ഓൺ. ഇപ്പോഴത്തെ പിള്ളേര് ഇത് പഠിച്ചോട്ടോ, അവര് IB സിലബസിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിപ്പോ MBBS പരീക്ഷ കഴിഞ്ഞു, അവള് പാസ്സായി, അവൾ ഔസർജൻസി ചെയ്യാണ് എന്ന് ഞാൻ വേറെ ആരോടും എന്തോ സംസാരിച്ചപ്പോൾ അവര് വിശേഷം ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞു. ഇവളിങ്ങനെ നിന്നിട്ട് എൻ്റെ തട്ടണു. ഞാൻ UKG പാസ്സായി എന്ന് പറ, UKG പാസ്സായി എന്ന് പറയാൻ. പഠിക്കുവേട്ടാ, ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമാണോ അതോ ഇങ്ങനെ? ആ സ്കൂളിലെ ആൾക്കാർ പറയുന്നത് നിങ്ങള് ഒന്നും പഠിപ്പിക്കരുത്. മാതാപിതാക്കളോട് പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരട്ടെ, അവരെന്താ പഠിച്ചെന്ന് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുള്ളത്. പക്ഷെ അവിടുത്തെ കുട്ടികളൊക്കെ നമ്മൾ ഇവരൊന്നും പഠിക്കണമെന്ന് കാണില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ഹോംവർക്ക്. പക്ഷെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇവക്കുള്ള പണിയാണ്. അത് എല്ലാ മാതാപിതാക്കൾക്കും അത് കൂടുതൽ അമ്മമാരാണ്. ഇപ്പൊ കണ്ടില്ല, അത് വരച്ച് അതൊട്ടിച്ച് ഇത് വെച്ച്. ചേച്ചി ആയിരിക്കും അല്ലേ ഇരുന്ന് ചെയ്യുന്ന? കാരണം ഇല്ല, കാവ്യാണ് ഇവളുടെ ചേച്ചിയാന്ന്. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപേണ്ണ, കാരണം കാവ്യ ചേച്ചീനെ അത്രയും സ്കൂൾ കാലം തൊട്ട് കണ്ട ഒരാളാണ് ദിലീപേണ്ണ. പിന്നെ ഇതാ ഭാര്യയായി, ഇപ്പൊ അമ്മയായി ചേച്ചി, ഇപ്പൊ കാവ്യ ചേച്ചി. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നോക്കി കാണുന്നു ദിലീപേണ്ണ? വളർന്നുകൊണ്ടിരിക്കൂല, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ അമ്മയായപ്പോ ഭയങ്കര റെസ്പോൺസിബിൾ, ഒരല്പം വഴക്കൊക്കെ പറയുന്ന ഒരു അമ്മയായോ ചേച്ചി, അതോ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയാണോ? സോഫ്റ്റ് ഒന്നുമല്ല, പെട്ടെന്ന് അത് പണ്ട് തുടങ്ങി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പം അത് ഞാൻ പറയാം, കൊച്ചുങ്ങളെ തല്ല, അങ്ങനെ വഴക്ക് പറ, അങ്ങനെ ചെയ്യരുത്. അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പിള്ളേർക്കൊക്കെ നമ്മൾ ഏത് കുട്ടികളാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവും. അല്ല തല്ലപ്പെടുത്ത അങ്ങനത്തെ പരിപാടി മീനുട്ടിനെ ഇന്നവരെ തല്ലിയിട്ടില്ല. ഇപ്പം മീനുട്ടി പഠിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി. പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇന്നവരെ തല്ലിട്ട് തന്നിട്ടില്ല. അവളെ വളരെ ഇതായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് മനസ്സിലാവും, ടോൺ മാറിയാൽ മനസ്സിലാവും. അപ്പം അതുമല്ല, നമ്മൾ പല കുട്ടികൾ കുസൃതികൾ തന്നെയാണ്. ഇവക്കൊരടി കൊടുത്തിട്ടുണ്ട് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എടുത്തു വായില്ല, പക്ഷെ പിന്നീട് എടുത്തിട്ടില്ല. ആരെ പോയിട്ട് പുറകെ പോയിട്ട് പിടിക്കുക. അപ്പൊ ആദ്യം തുടരുന്ന് പറഞ്ഞു, പക്ഷെ നോക്കിയിട്ട് പിന്നെയും പോവുക. അപ്പോ അതോടുകൂടി അപ്പം എനിക്ക് തോന്നുന്നു ദിലീപേട്ട ഭയങ്കര നേരം പോക്കായിരിക്കും ആളും കൂടെ ഉള്ള സമയത്തൊക്കെ. കാരണം വെച്ചാൽ ഞാൻ മീനാക്ഷി ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് മിസ് ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ സിനിമകൾക്ക് ഭയങ്കര ഹിറ്റുകളും, ഞാൻ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമയുടെ പുറകെ പോകല. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ആ 2-3 വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും മിസ്സിങ് തന്നെയാണ്. അതെനിക്ക് ഇവിടെ കിട്ടി. കാരണം ആ സമയത്ത് ശരിക്കും കോവിഡ് എല്ലാം ആയിരുന്നപ്പോ എനിക്ക് അതിൽ വേറൊരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1.5 വർഷം പുറത്തേക്ക് പോകുന്നില്ല നമ്മളാരും. പിന്നെ ഞാൻ പോയത് നാദൃശ്വരം മോളുടെ ഐഷുവിന്റെ കല്യാണത്തിനാണ് പോയത്. പക്ഷെ ദൈവം അനുസരിച്ച് അപ്പൊന്നും എനിക്ക് വീട്ടിൽ ആർക്കും കോവിഡ് കിട്ടിയില്ല. അത്രയും ക്രൗഡിന്റെ ഇടയിലാണ് നമ്മൾ പോയിരുന്നത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ആ കല്യാണം. അപ്പൊ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ അതിന്റെ ഇതിൽ നിൽക്കണം. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെയാണല്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ എവിടെയോ ഒരു എന്തിനോ ഫംഗ്ഷന് പോയപ്പോഴാണ് എനിക്ക് കിട്ടിയോ എന്നൊരു സംശയം. ഞാനാണെങ്കിൽ അങ്ങനെ നോക്കി എല്ലാവരെ കുറിച്ച്, കാരണം ഞങ്ങൾ 10-13 പേര് ഒരു വീട്ടിലാണ്.
അപ്പോൾ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് മഞ്ഞളൊക്കെ മുക്കി മറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുക്കളയിലേക്കൊക്കെ പോണത്. അത് അങ്ങനെയൊക്കെ ഒരാളെ തൊട്ടപ്പം തന്നെ ഇത് അടിക്കുക. കൊച്ചൊക്കെ ശീലമായി, ജനിച്ചപ്പം തുടങ്ങി ഈ സാധനമൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ ഇത് കാണിക്കണതാണ്. ഇങ്ങനെയായി. അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്നു ഇത്, വീട്ടിൽ കോവിഡ് ഞാൻ കൊണ്ടുവന്നു. അത് ആദ്യമായിട്ട് ഞാനാണ്. എന്നിട്ട് എല്ലാവരും ചിരി തുടങ്ങി, ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു എന്ന് പറയും. എനിക്കാണെങ്കിൽ മറ്റത് പറഞ്ഞ കാര്യം ഐഡിയ എൻ്റെ പോയി എന്റെ ഐഡിയ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അലൻസിയറായിട്ടല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് എല്ലാവരും ചിരിക്കുമ്പോ എന്താടാ ഉള്ള സംഭവം. അങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമേ. അപ്പൊ ഈ ചെറുതും പെട്ടു, ചെറുതിനും പിടിച്ചു. അപ്പൊ പാവം 21 ദിവസം ഞങ്ങളുടെ മുറിക്കകത്താ, ഒരു മുറിക്കകത്ത്. അപ്പൊ 21 ദിവസം ഇരുന്നിട്ടാണ് പോയത്. അന്നൊക്കെ 21 ദിവസം ക്വാറന്റൈൻ ആയിരുന്നു അല്ലേ ഏട്ടാ? ശരിക്കും നമ്മളെന്താ വെച്ചാൽ അമ്മയുണ്ട്, താഴെ അമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊരു കുഴപ്പം, അമ്മയ്ക്ക് പ്രായമുള്ളതല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊന്നും ഇയാളുടെ ഇതിനകത്ത് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കിയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കലും ഒക്കെ ഉണ്ടല്ലോ. രണ്ട് ആ സമയത്താണ്. അതുകൊണ്ട് വെച്ചാൽ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ. തങ്കമണിയുടെ റിലീസിനെ പറ്റിയൊക്കെ മഹാലക്ഷ്മി, മീനാക്ഷി ഒക്കെ എന്നാ പറയുന്നു കേട്ടോ അവര്? അല്ല, എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്ന മീനാക്ഷി ശരിക്കും നല്ല ആസ്വാദകയാണ്. ഇപ്പൊ എല്ലാ സിനിമകളും കാണും. ലിമിറ്റഡ് ആയിട്ട് മീനാക്ഷി സംസാരിക്കാറുള്ളൂ, അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വളരെ സൈലന്റാണ്. എല്ലാ സ്ഥലത്തും കൂടുതൽ ലിസണറാണ്. എന്റെ പോലെയുള്ള ആള് തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം കാവ്യയുടെ ഇവക്കുള്ളത്. അവള് ചെന്ന എവിടെയും ഭയങ്കര വർത്താനവും ആ ഏരിയ മൊത്തം അവളുടെ ഏരിയയിലാക്കി കളയും. എല്ലാ തമാശയൊക്കെ പറഞ്ഞ എല്ലാവരും അവളായിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കളയും. അത് തന്നെയാണ് ഇവളുടെ സംഭവം. നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു. അല്ല, എന്തായാലും അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബാലൻസ് ആയി. ഇപ്പൊ ദിലീപേട്ടന് വേണ്ടി വെജ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നേ. കഴിക്കട്ടെ, അതിന്റെ ഇടയിൽ ഞാൻ ആണ്. അല്ല, ദേയ്പൂട്ടില് ഫുഡിന്റെ കാര്യം പറയണം. ഇവിടെ ഒരു ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് ഇവിടെ ദേയ്പൂട്ടിലുള്ളത്. കാരണം ഞാനും കെട്ടിയനും കൂടെ വന്നാൽ ദിലീപേട്ട പുള്ളി എപ്പോഴും കഴിക്കുന്ന ഇലയിലൂണാണ്. ഇവിടുത്തെ ഇലയിലൂണ് ദിലീപേട്ട ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? പണ്ട് എനിക്ക് അങ്ങനെ ഒന്നിനോട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോട് ടേസ്റ്റ് ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് ഇവിടെ ഈ പുട്ടുകട തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ കഴിച്ചിരുന്ന പുട്ടും മാമ്പഴമാണ്. പുട്ടും മാമ്പഴവും ഈ പുട്ടിന്റെ കൂടെ മാമ്പഴം പഴം പോലെ നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല രസമാണ് കുഴച്ച് കഴിക്കാൻ. അതുപോലെ നല്ല ചൂട് പുട്ടിന്റെ കൂടെ പാലും പഞ്ചസാരയും ഒക്കെ നല്ല ടേസ്റ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പുതിയ പുതിയ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചിക്കനും പ്രോൺസും അത് എന്തൊക്കെ ഡിഷ് ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡിഫറെന്റ് കോംബോകൾ നമ്മൾ ശ്രമിച്ചു നോക്കുന്നു.